ഓഫ് യു. അപ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ക്വിസിൻ്റെ പാർട്ട് 2 ആണത്. പാർട്ട് 1 കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം പാർട്ട് 2ലേക്ക് വരാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിന്നേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിന്നേഴ്സിനെ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബയോസ്ഫിയർ അഥവാ ജൈവമണ്ഡലം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്ന വന്യജീവി സങ്കേതമാണ്, മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ, എല്ലാവിധ പ്ലാന്റ്സിൻ്റെയും ഒരു ഗാർഡൻ ആണ്. നമ്മളിപ്പോൾ ഈ സുവോളജിക്കൽ പാർക്ക് എന്നൊക്കെ നമ്മൾ സൂ എന്ന് പറയില്ലേ, അതേപോലെ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ ഏറ്റവും വലുത് ഏതാണ്? ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചിന്നാർ, ഇടുക്കി, അങ്ങനെ കോഡ് വെച്ചിട്ട് പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? എവിടെയാണ്? ഏതാണ്? നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആണ്. അതേപോലെ തന്നെ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ. ഇനി സിക്സ്ത് വൺ, കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? അതേതാണ്? നമ്മുടെ എല്ലാ വീട്ടിലുമുള്ള വേപ്പാണ് അല്ലേ. ഇനി സെവൻത്ത് വൺ, ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേരെന്താണ്? അതായത് നമ്മുടെ ഈ കുളങ്ങളൊക്കെ ഇങ്ങനെ കേടായിട്ട് കിടക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? പല രീതിയിലേക്കുള്ള പല കുളങ്ങൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള കുളങ്ങളായിരിക്കും. ആ കുളങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര പൂപ്പൽ വന്ന് പായൽ വന്നിട്ടൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി ആ കുളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, പശ്ചിമഘട്ടത്തിൻ്റെ മറ്റൊരു പേര് എന്താണ്? സഹ്യാദ്രി. നയൻത്ത് വൺ, അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിനായി ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇനി 10th വൺ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ്? നമുക്ക് ശ്വസിക്കാൻ പാടില്ലാത്ത വിഷവാതകം ഏതാണ്? പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയില്ലേ, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്നാണ് പറയുന്നത്? ഡയോക്സിൻ. ഓക്കെ. ഇനി 11th വൺ, ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ, അതായത് എക്കോസിസ്റ്റം, ഏറ്റവും വലിയ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏതിനെയാണ്? സമുദ്രങ്ങളെയാണ്. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യേക കോടതി ഏതാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. ഓക്കെ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, NGT എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ. ഇനി 13th വൺ, കേരളത്തിലെ ഇപ്പോഴത്തെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ആരാണ്? ഷിബു ബേബി ജോൺ. ഓക്കെ, അത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? നമ്മുടെ കേരളം അല്ലേ. ഇനി 15th വൺ, IPCCയുടെ പൂർണ്ണരൂപം ഏതാണ്? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് 2 വട്ടം എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഠിയാവുന്നതേ ഉള്ളൂ. ഇനി 16th വൺ, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. ഇനി 17th വണ്ണും 18th വണ്ണും ആർക്കുള്ളതാണ്? അത് നിങ്ങൾക്കുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിലെ വിന്നറിനെ നമ്മൾ എന്ത് ചെയ്യും? അനൗൺസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ആണ്. 17th വൺ ഏതാണ്? എത്ര വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? എത്ര വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ 17th ക്വസ്റ്റ്യൻ, 17th എന്ന് നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ പേരും എഴുതിയതിന് ശേഷം നിങ്ങളുടെ ആൻസർ എന്താണോ അത് നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഇനി 18th ക്വസ്റ്റ്യനും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് രണ്ടും ആൻസർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും വെച്ചിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 17th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന പദവി ഏത് വന്യജീവിക്കാണ്? നമ്മുടെ ആനയ്ക്കാണ് അല്ലേ. അപ്പോൾ 17th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ആന. ഇനി 18th ക്വസ്റ്റ്യൻ നോക്കിയേ, ഭൂമിയുടെ ശ്വാസകോശം അഥവാ ലങ്സ് ഓഫ് ദി എർത്ത് എന്നറിയപ്പെടുന്ന വനം ഏതാണ്? നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല. നമ്മൾ നിങ്ങൾക്കായിട്ട് വിട്ടു തന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കൂടിയും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ കാണാം. നമ്മുടെ വീഡിയോയ്ക്ക് ഫസ്റ്റ് കറക്റ്റ് ആൻസർ കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ്? നൈനിക മനോജാണ്. നൈനിക മനോജിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ വീഡിയോൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്തിരിക്കും? നൈനിക മനോജിൻ്റെ കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നൈനിക മനോജ് ആൻസർ ചെയ്തത് എന്തിനാണ്? 17th ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്തായിരുന്നു? ആനയാണ്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി 18th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു. 18th ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് ആരാണ്? സഫ ഫാത്തിമയാണ്. അപ്പോൾ സഫ ഫാത്തിമയ്ക്കും അതേപോലെ തന്നെ നൈനിക മനോജിനും, പിന്നെ അത് മാത്രമല്ല നമുക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. സന ഫാത്തിമ, അതേപോലെ തന്നെ മുഹമ്മദ് റഫാൻ വി കെക്കൊക്കെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഈ വീഡിയോയ്ക്കും നിങ്ങൾ എന്ത് ചെയ്യുക? വേഗം തന്നെ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറും നിങ്ങളുടെ ആൻസർ എന്താണോ അതും വേഗം തന്നെ പോയി കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക്